നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്നും വറുതിയാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നമുക്കറിയാം, ട്രോളിംഗ് ഉള്ള സമയത്ത് അവരുടെ വീടുകളിൽ പട്ടിണിയാണ്. സർക്കാർ വിവിധ സഹായങ്ങളൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എങ്കിലും അവർക്കെന്നും കഷ്ടപ്പാടും ദുരിതവുമാണ്. നമുക്കറിയാം, കാലവർഷം കനക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവരുത്, പ്രക്ഷുബ്ധമാണ് കടൽ. പിന്നീട് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം. പലപ്പോഴും ഇവരുടെ ജീവിതം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. വർഷത്തിൽ കൂടുതൽ സമയവും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവാറുള്ളത്. അത്തരത്തിൽ പലതരത്തിൽ, അതായത് മണ്ണെണ്ണ പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കടലിൽ പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങൾ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ നിരന്തരം വള്ളം മറിഞ്ഞുകൊണ്ട് അപകടങ്ങളുണ്ടാകുന്നു. നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ മറ്റൊരു ദുരന്തം കൂടി മത്സ്യത്തൊഴിലാളികളെ കാത്തിരിക്കുകയാണ്. കപ്പൽ, അതായത് ലെബറയിൽ നിന്നും വന്ന കപ്പൽ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു ആശങ്ക കടൽ തീരത്തുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 250 ടൺ കാൽസ്യം കാർബൈഡാണ് ഇത്തരത്തിൽ കടലിനുള്ളിൽ എവിടെയാണ് ഉള്ളത് എന്ന് പോലും കൃത്യമായി, അതായത് ഈ ഒരു അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ലായനി അത് എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് മനസ്സിലാവാനുള്ള സാധ്യത പോലും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. അത് കണ്ടെത്താനുള്ള നീക്കമൊക്കെ നമ്മുടെ നേവിയും മറ്റും നടത്തുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭയാനകമായ സ്ഥിതി എന്ന് പറയുന്നത്, കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുവെന്നാണ് ഈ രംഗത്തുള്ള ആളുകൾ പറയുന്നത്. അപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു തീരത്ത് ഇനി മത്സ്യബന്ധനമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ വരാൻ പോവുകയാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടാൻ മത്സ്യത്തൊഴിലാളികൾ മാത്രമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് ഒരു കടൽ സ്ഫോടനമായി കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ ആളുകൾ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കേരള സർക്കാരുകളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ അടിയന്തരമായി മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ ആശങ്ക പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.